നമസ്കാരം. യുദ്ധങ്ങളെല്ലാം ഡിസ്ട്രക്റ്റീവാണ്, കൺസ്ട്രക്റ്റീവ് അല്ല. അതായത് യുദ്ധങ്ങളൊന്നും ലോകത്ത് ഒരു നല്ല മാറ്റവും കൊണ്ടുവന്നിട്ടില്ല. ലോകത്ത് നാശം വിതയ്ക്കാനേ യുദ്ധങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ. യുദ്ധവെറിയന്മാരായ ഭരണാധികാരികളുടെ സ്ഥാനവും ചരിത്രത്തിൻ്റെ ഇരുണ്ട അറയിലാണ്. പശ്ചിമേഷ്യയെ സംഘർഷഭൂമിയാക്കിയ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന് 1 വയസ്സ്. തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ഈ യുദ്ധത്തിൻ്റെ ബാലൻസ് ഷീറ്റ്? മനുഷ്യക്കുരുതി, പട്ടിണി, അഭയാർത്ഥി പ്രവാഹം. എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം വളരെ ലളിതം: അധികാരത്തിനും ആധിപത്യത്തിനും വേണ്ടി. യുദ്ധത്തിൽ പരാജയപ്പെട്ടത് ഹമാസ് മാത്രമല്ല, ഇസ്രയേലും കൂടിയാണ്. സമാധാനം നഷ്ടപ്പെട്ട ജനതയായി ഇസ്രയേൽ മാറി. ജനങ്ങൾ ഭീതിയിലാണ്. വടക്കൻ ഇസ്രയേലിൽ യുദ്ധസമാനമായ അന്തരീക്ഷമാണുള്ളത്. ഹമാസിനെ തുടച്ചു നീക്കുകയായിരുന്നു ഇസ്രയേലിന്റെയും നെതന്യാഹുവിന്റെയും ലക്ഷ്യം. അത് സാധിച്ചില്ലെന്ന് മാത്രമല്ല, കൂടുതൽ പ്രദേശങ്ങളിലേക്ക് യുദ്ധം വ്യാപിക്കുകയും ചെയ്തു. ഇറാനും ലബനനും യമനുമെല്ലാം ഇസ്രയേലിനെ ആക്രമിച്ചു കൊണ്ടിരുന്നു. ഇതിനിടയിൽ എങ്ങനെയാണ് ഇസ്രയേലിലെ ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാനാവുക? ഗസ തകർന്നൊരു പ്രദേശമാണ്. പലസ്തീൻ വലിയൊരു ശവപ്പറമ്പായി മാറിയിരിക്കുന്നു. മേഖലയിലെ ആശുപത്രികൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സംവിധാനങ്ങളെല്ലാം തകർന്നു. ഹമാസ് ആക്രമണം 1 വർഷം പിന്നിടുമ്പോൾ ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 42,870 ഇതിൽ 16,500 കുട്ടികളാണ്. 97,166 പേർക്കാണ് വിവിധ ആക്രമണങ്ങളിൽ പരിക്ക് പറ്റിയത്. ഇസ്രയേലിൽ ആകെ മരിച്ചവരുടെ എണ്ണം 1,139 പരിക്കേറ്റവർ 8,730 പേരുമാണ്. ഒക്ടോബർ 7 ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് എന്ന പേരിൽ ഇസ്രയേലിലേക്ക് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 5000-ഓളം റോക്കറ്റുകളാണ് വർഷിച്ചത്. ഈ ആക്രമണത്തിൽ മാത്രം 1200-ലധികം ഇസ്രയേലി പൗരന്മാരാണ് കൊല്ലപ്പെട്ടത്. 251 പേരെയാണ് ഹമാസ് ബന്ദികളാക്കി ഗാസയിലേക്ക് അയച്ചത്. അപ്രതീക്ഷിതമായി നേരിട്ട ഈ ആക്രമണത്തിന് പകരം ചോദിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉടൻ തന്നെ പ്രതികരിക്കുകയും ചെയ്തു. തുടർന്ന് ഇസ്രായേൽ പലസ്തീനിലും ഗസയിലും നടത്തിയത് അതിക്രൂരമായ മനുഷ്യക്കുരുതിയാണ്. ഈ യുദ്ധത്തിൽ ഇസ്രായേലിന് 3 ലക്ഷ്യങ്ങളാണുള്ളത്: ഹമാസിനെ നശിപ്പിക്കുക, ഭീഷണികൾ ഉണ്ടാക്കാത്ത വിധം അതിർത്തികൾ സംരക്ഷിക്കുക, ഹമാസ് ബന്ദികളാക്കി കൊണ്ടുപോയവരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കുക. എന്നാൽ യുദ്ധം 1 വർഷം പിന്നിടുമ്പോഴും ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നുപോലും നടത്താനായിട്ടില്ല. ഇസ്രായേൽ ഇപ്പോൾ ശത്രുക്കളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ആക്രമണവും പ്രത്യാക്രമണങ്ങളും മാത്രം നിരന്തരം നടക്കുന്നു. ബന്ദികളെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് തങ്ങൾ യുദ്ധം ചെയ്യുന്നതെന്ന ന്യായമാണ് ഇസ്രായേൽ ഉയർത്തുന്നത്. പക്ഷേ ബന്ദികളെ മോചിപ്പിക്കാനുള്ള ചർച്ചകളോട് മയമില്ലാത്ത സമീപനമാണ് നെതന്യാഹു സ്വീകരിക്കുന്നത്. യുദ്ധം തുടർന്നു പോകാനാണ് നെതന്യാഹുവിന്റെ താല്പര്യമെന്ന വിമർശനം ഇസ്രായേലിൽ നിന്ന് പോലും ഇപ്പോൾ ഉയരുന്നുണ്ട്.